സമയമായി. രക്ഷിതാക്കളുടെ ഭാരം അല്പമൊന്ന് കുറയ്ക്കാമെന്ന് കരുതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹായവുമായി എത്തിയത്. അബൂ താഹിറിന്റെ ഉദ്യമത്തെ നാട്ടുകാരും നെഞ്ചിലേറ്റി. പഠിക്കുക എന്ന് പറയുന്നത് അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമാണ് നമുക്ക് ചെയ്തു കൊടുക്കാനാണ്. തുടക്കത്തിൽ നമ്മൾ ഓരോ വാർഡിൽ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നെ 4-5 വാർഡിലോട്ട് മാറി. ഇപ്പോൾ അത് 10 വാർഡുകളിലുള്ള ഏകദേശം 4500 കുട്ടികൾക്കാണ് നമ്മൾ ഈ പുസ്തക വിതരണം നടത്തുന്നത്. സൗജന്യമായിട്ട് നമ്മളെല്ലാ കുട്ടികൾക്കും ഒരു വീട്ടിൽ 4, 5, 6 കുട്ടി എത്ര കുട്ടികളുണ്ടെങ്കിലും അവർക്ക് വേണ്ട നോട്ട്ബുക്കുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡിവിഷനിലുള്ള ഈ കുട്ടികളൊക്കെ പഠനത്തിൽ ഒരു കാരണവശാലും അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരരുത്. ഒരുപാട് കുട്ടികൾ ഈ സാമഗ്രികൾ വാങ്ങാൻ കഴിയാഞ്ഞിട്ട് പഠനങ്ങൾ നിർത്തി പോകുന്ന അവസ്ഥകൾ കുറേ ഉണ്ടായിട്ടുണ്ട്. LKG മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പഞ്ചായത്ത് അംഗത്തിന്റെ സമ്മാനം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ശരിക്കും മാതൃകാപരമായ ഒരു ഇടപെടൽ. ഈ ഒരു സ്കൂൾ തുറക്കുന്ന സമയത്ത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഒരു പഠന ചിലവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പുതിയ പുസ്തകങ്ങൾ വാങ്ങണം, പുതിയ യൂണിഫോം വാങ്ങണം, അതുപോലെ തന്നെ ബാഗ്, കുട, അങ്ങനെ നീണ്ടുപോകുക ലിസ്റ്റ്. അപ്പോൾ എന്തായാലും അവർക്കൊരു സഹായം എന്ന രീതിയിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്തെന്ന് വലിയൊരു കയ്യേട് തന്നെ കൊടുക്കണം. നമുക്കപ്പം അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, ഈ വാഗ്ദാനങ്ങളൊക്കെ വലിയ രീതിയിൽ കൊടുത്ത് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്ന് വേറെ വഴിക്ക് പോകുന്ന ഒരുപാട് ജനപ്രതിനിധികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പഞ്ചായത്ത് അംഗം എന്ന് പറയുന്നത് ആ ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എന്നെ. അപ്പോൾ അവരോട് ഞാൻ ഒരു സ്നേഹം കാണിക്കണം എന്നുള്ള ആ ഒരു കാര്യം അയാളുടെ മനസ്സിലുണ്ട്. അബൂ താഹിറിന്റെ മനസ്സിൽ ആ ഒരു നന്മയും സ്നേഹവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പണം മുടക്കി അത്രയേറെ പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചത്. എന്തായാലും നാട്ടുകാരും ഹാപ്പിയാണല്ലേ? ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ട്രെൻഡിങ് ആയി ഈ അടുത്ത കാലത്തൊക്കെ കണ്ടതാണ്. ഒരു നഗരസഭ ഒന്നടങ്കം വയോജനങ്ങളുമായി ടൂർ പോകുന്നു. മലപ്പുറത്ത് നിന്ന് വയനാട് വരെ പോയി പല മേഖലകളിലും നമ്മളത് കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രെൻഡിങ് ആയുള്ള ഓരോ ഇനീഷ്യേറ്റീവുകളുമായി ഇങ്ങനെ വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ മുന്നോട്ട് വരുന്നത് വളരെ പോസിറ്റീവായുള്ളൊരു കാര്യം തന്നെയാണല്ലോ. അത്തരത്തിലൊരാശയവുമായാണ് എന്തായാലും വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ അബൂ താഹിർ ഒരു പോസിറ്റീവായുള്ളൊരാശയം മുന്നോട്ടെത്തുന്നത്. അതൊന്നുമല്ല, പ്രത്യേകിച്ച് അധ്യയന വർഷം മുന്നോട്ട് വരികയാണ്. അപ്പോൾ തൻ്റെ ഡിവിഷനിലെ കുട്ടികൾക്കെല്ലാം തന്നെ സൗജന്യമായ നോട്ട് ബുക്ക് വിതരണം 8 ലക്ഷം രൂപയുടെ നോട്ട് ബുക്കുകളാണ് വിതരണം ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവരും തന്നെ അത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ ആ ഒരു പരിപാടി കളറാക്കി വലിയ പങ്കാളിത്തം ഉണ്ടായി. അത് വലിയൊരു സ്വീകാര്യതയാണ് ആ പരിപാടിക്ക് കിട്ടിയത്. അപ്പോൾ ഇനിയും എന്തെല്ലാം ചെയ്യാം എന്ന് ഇത്തരത്തിൽ ഈ ജനപ്രതിനിധികളൊക്കെ തദ്ദേശ തലത്തിൽ തന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പല ഇനീഷ്യേറ്റീവുമായി വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് കയ്യടി നേടുന്നുണ്ട്. അത്തരം കാഴ്ചകൾ തന്നെയാണ് നമുക്കും വേണ്ട. കാരണം ജനങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളാണ്, അവരിൽ ഒരാളാണ്. അപ്പോൾ അവരെയും ചേർത്ത് പിടിച്ച് ഇത്തരം ആശയങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ നല്ല കാര്യമല്ല. ഒരുപാട് അനിഷ്ട സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഈ കാലത്ത് ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവുമായി തന്നെ മുന്നോട്ട് പോട്ടെ. അതിനുള്ള മലപ്പുറത്ത് നല്ല പ്രവർത്തികളുമായി മുന്നോട്ട് പോകട്ടെ. ഇപ്പൊ നാട്ടുകാർക്ക് എന്തോരം ആശ്വാസമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ കുടുംബങ്ങൾക്കാണ് ഒരു പുസ്തകത്തിന്റെ ചെലവ് എന്ന് പറഞ്ഞത് കുറഞ്ഞു കിട്ടിയത്. അത് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2ഉം 3ഉം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതുണ്ടെങ്കിൽ അത്രയും പേർക്ക് പുസ്തകം വാങ്ങാൻ എന്തായാലും നല്ലൊരു തുക മാറ്റിവെക്കേണ്ടി വരും. പക്ഷെ അതിൽ നിന്നൊക്കെ എന്തായാലും ആ നാട്ടുകാർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്.